ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കണ്ടില്ലേ കുഞ്ഞാപ്പി ഇതായൊരു ചക്കയുടെ മുമ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ചക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചക്കപ്പഴം തിന്നാന്ന്. അപ്പോൾ പെട്ടെന്ന് മമ്മി പറഞ്ഞു നമുക്കിന്ന് ചക്ക പൊരി ഉണ്ടാക്കാമെന്ന്. പഴംപൊരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചക്കപ്പൊരി എന്താണെന്ന് കേൾക്കുന്നതന്നെ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചു. ചക്ക കൊണ്ട് എന്താ സാധാരണ ചക്കപ്പഴം കൊണ്ട് നമ്മൾ പൂച്ചയപ്പം, ചക്ക വഴറ്റിയത് അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ ചക്കപ്പൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതാ നമ്മുടെ കുഞ്ഞാപ്പി ചക്ക നല്ല മത്സരിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചക്കയെല്ലാം എരിഞ്ഞൊരു മുറത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവും പാടയെല്ലാം ഊഴിച്ചെടുക്കണം. അപ്പോൾ ആള് ചക്ക കണ്ട വിടില്ല കേട്ടോ. അതാ മത്സരിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും വിചാരിച്ച് തിന്നോട്ടെ, നല്ല സാധനമാണല്ലോ, അങ്ങനെ ചക്ക തിന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചക്കയുടെ കുരുവും പാടെ എല്ലാം ഒഴിച്ചൊരു പാത്രത്തിലേക്ക് മൊത്തം എടുത്തിട്ടിട്ടുണ്ട്. ചക്കയൊക്കെ തിന്നു കഴിഞ്ഞ് ഇവിടെ ഒരാൾ കളിയായി കേട്ടോ, കുത്തി മറിയലാണ്. ചക്ക എന്ന് വയറ് നിറഞ്ഞതിൻ്റെ കളിയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പഞ്ചസാര ഇട്ടു. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതൊന്ന് മധുരം എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് കട്ടി പരുവത്തിലാണ് ഈ ബാറ്റർ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി വെക്കണം. ഇനി ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, അത് ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇവിടെ ഞാൻ ചേർക്കുന്നില്ല. അപ്പം നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ അവിടെ കിടന്നിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടാവുമ്പോഴേ നമ്മൾ ചക്ക എടുത്തിടാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ബാറ്ററിലേക്ക് ചക്ക ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് മുക്കി വെക്കുന്നുണ്ട്. ഈ ചക്ക പൊരി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലും നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ചക്കപ്പഴം വെറുതെ തിന്നാണ്ട് ഈ ചക്ക പൊരിച്ചതൊന്നും അങ്ങനെ നാക്കിന്ന് കഴിച്ച് നോക്കിക്കുക, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം അസാധ്യ മണമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ എണ്ണയിലിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. ചെറിയൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് എടുക്കണം. അപ്പം അങ്ങനെ അപ്പുറത്തെ ഭാഗം ആയിക്കഴിഞ്ഞ് നമ്മൾ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക.